ഇപ്പോൾ സമയം 7:30. അതായത് ഗൈസ് ഇന്ന് രാവിലെ മുതൽ ഇത്രയും നേരം ഞാനും വർഷം കിടന്നുറക്കമായിരുന്നു. എന്തിനെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇന്നാണ് എൻ്റെയും അവളുടെയും ആദ്യത്തെ നൈറ്റ് ഔട്ട് വരാൻ പോകുന്നത്. ബടി എറണാകുളത്തിൻ്റെ വീതികളിലൂടെ ഇന്ന് നമ്മൾ നട്ടപ്പാതിലേക്ക് നട്ടമില്ലാതെ നെട്ടിത്തിരിഞ്ഞ് നടക്കുന്നതായിരിക്കും ഗൂസ്. കട്ടനൊക്കെ ഉണ്ട്. ഒരു സ്വർഗക്കോഴി, ഒരു കാന്താരി ഇട്ട ബീഫും പത്തിരിയും പറഞ്ഞിട്ടുണ്ട്. അതിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഗൈസ് ഫുഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ വന്ന സ്പോട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മുടെ അരൂരുണ്ടല്ലോ, അരൂര് അടുത്താണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഇത് കായൽ തീരത്തുള്ള ഒരു സ്പോട്ടാണ്. ഇത് എന്ത് ഭംഗിയാണെന്ന് നോക്കണേ ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്വർഗക്കോഴി, ഇത് കാന്താരിയിട്ട ബീഫും, ഇത് പത്തിരി. ഫസ്റ്റ് മീൽ ഓഫ് നമ്മുടെ നൈറ്റ് ഔട്ട് ഞങ്ങൾ കഴിക്കട്ടെ. കായലിൽ പോയ കോമഡി ആയിരിക്കും. മനസ്സിലായി. ഹലോ, നമസ്കാരം. ഇനി ഈ രാത്രി ഫുൾ ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഗൈസ് ഞങ്ങളുടെ മുന്നിലുള്ള വലിയ ചോദ്യചിഹ്നം. ഒരു സിനിമ ഓക്കെ, ഇനി 10:20 10:30 സനുബ്രോയുടെ പടം, 10:40 നമ്മുടെ പടം. ഇതുവരെ കയറിക്കോടാം, ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സനുബ്രോ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ കടത്തുമെന്ന് പേടിയുള്ളതാണ് അതിൻ്റെ അകത്തൂടെ പറഞ്ഞത്. നമ്മൾ മുകളിൽ എത്തിയിരിക്കുന്നു ഗൈസ്. മൈക്ക് വേണോ? വേണ്ട. പിന്നെ താഴെയാണല്ലേ? അത് കേട്ടോ സനുബ്രോ? കേട്ടോ? അത് നമ്മൾ മുകളിലല്ല, നമ്മളിപ്പോ താഴെയാണത്. മുകളിൽ കയറണേ ഉള്ളടാ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. സിനിമ കാണാൻ പോട്ടെ. ഡീസന്റ്. ഞങ്ങൾ തിയേറ്ററിലെത്തിയിരിക്കുന്നു. തിയേറ്ററിൽ ഒറ്റ കുഞ്ഞു പോലും ഇല്ല. അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോ നമ്മൾ മൂവി കണ്ട് ഇറങ്ങിയിരിക്കുന്നു. മൂവി അല്ല, മൂവി. ടങ് സ്ലിപ്പ് ഗൈസ്. കിട്ടില്ലം പടം. എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ സാധനം. അയ്യോ ഗൈസ്, ഒരു ബ്രില്യൻ്റ് ഐഡിയ. രാവിലെ നമ്മുടെ ഈ നൈറ്റ് ഔട്ട് അവസാനിപ്പിക്കാനായിട്ട് 5 മണിക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് അവിടെ എൻഡ് ചെയ്യാന്ന്. അപ്പോൾ അമ്പലത്തിൽ പോകാനാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ, എൻ്റെ ഉണ്ട് മുണ്ടും ഷർട്ടും, അവളുടെ ഡ്രസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ ഷാരുവിൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അമ്മൂൻ്റെ ഡ്രസ്സ് കടം മേടിക്കാനായിട്ട്. എന്നെ കണ്ടൂടെ? ബ്ലറാണ്. ഞങ്ങൾ ഉണ്ട്, അത് രാത്രി ഇരുട്ടത്തടി, ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഓക്കെ, അയ്യോ ഓക്കെ. ഞങ്ങളിനി കുറച്ച് നേരം ഇരുന്ന് ബീച്ച് വൈബ് എൻജോയ് ചെയ്യട്ടെ ഗൈസ്. 5:51 ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ, നിന്നെ ട്രഡീഷണലി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ?